ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ആട്ടുകാൽ കിഴങ്ങ്. നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ കഴിയും. ഇത് ഒരു തരം ഫേണിൻ്റെ കിഴങ്ങാണ്. വനത്തിലൊക്കെ കാണുന്ന വലിയ വൃക്ഷങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു തരം ഫേൺ. നമ്മൾ പഠിച്ചിട്ടില്ലേ പന്നൽ ചെടികൾ. കിഴങ്ങെന്ന് പറയാൻ കാര്യം ആടിൻ്റെ കാലിൻ്റെ പോലെ ഒരു ഷേപ്പും പിന്നെ ദേണ്ട നിറച്ചും രോമങ്ങളൊക്കെ ആയിട്ട് നല്ല കിഴങ്ങ് കട്ടിയാണ്. പക്ഷേ നമ്മളിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ പുറം ഭാഗം കാണുന്നത്. ഇത് നമ്മുടെ ഒരു ഇഞ്ചിയുടെയൊക്കെ പോലെ ഇതിനെ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണിത്. പ്രത്യേകിച്ചും വാതക്കാർക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. എല്ലാ തരം വേദനകൾക്കും, മുട്ടുവേദന, കഴുത്തുവേദന, സന്ധി വേദനകൾക്കെല്ലാം നല്ല ഒരു ഔഷധമാണ് ഈ ആട്ടുകാൽ കിഴങ്ങ്. ഇത് ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് 350 രൂപയ്ക്കാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്കുണ്ട്, വേണ്ടുന്നവർ പറയാം. നമ്മൾ ഈ കിഴങ്ങ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി, വെളുത്തുള്ളി, പട്ട, ഇച്ചിരി ഗ്രാമ്പു, മസാല, കറിവേപ്പില, നമ്മളിതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അത് അരച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇച്ചിരി കല്ലുപ്പും ചേർത്ത് കൊടുത്ത്, കല്ലുപ്പോ പൊടിയുപ്പോ നമുക്ക് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കാം. സ്പൈസി ആയിട്ടാണെങ്കിൽ കുടിക്കാൻ നല്ലതായിരിക്കും. കുക്കർ നന്നായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3 വിസിൽ വരും വരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് ചെറിയ ചൂടോടെ ഉപയോഗിക്കുക. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിലേ ഇത് ഉപയോഗിക്കാവൂ. അങ്ങനെ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് നല്ല പ്രയോജനപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.